ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് നമ്മൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും വന്നിരിക്കുന്നത്. സോ അതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് വർക്കുണ്ടായിരുന്നു, അത് ഒരുപാട് പഠിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഏകദേശം ഒരു 1-2 മാസത്തോളം ഒരു ഗ്യാപ്പ് വന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ സോറി ഫോർ ദാറ്റ്. ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ലാസ്റ്റ് നമ്മൾ നിർത്തിയ സെഷൻ വെച്ചിട്ടാണ്. അതായത് നമ്മുടെ ടെർമെക്സ് എന്ന ഒരു ടോപ്പിക്കുമായിട്ടാണ് ഞാൻ വീണ്ടും വന്നിരിക്കുന്നത്. സോ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡാർക്ക് വെബ് ആക്സസ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. സോ ആ വീഡിയോയ്ക്ക് ശേഷം ഞാൻ ഒരുപാട് കമൻറ്റുകൾ ശ്രദ്ധിച്ചു. അതായത് ചിലർക്ക് ഈ പറയുന്ന കമാൻഡ്സ് ഒന്നും വർക്ക് ആവുന്നില്ല, അതുപോലെ തന്നെ ചില ടൂളൊന്നും ഓപ്പൺ ആവുന്നില്ല, അതുപോലെ തന്നെ ടെർമെക്സ് വർക്ക് ആവുന്നേ ഇല്ല എന്നൊക്കെ ചില ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു. അതിനെല്ലാം ഓൾറെഡി ഞാൻ റിപ്ലൈ തന്നിട്ടുണ്ട്. ആ ഒരു കമൻറ്റിന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ആ കമൻറ്റിന് റിപ്ലൈ ഞാൻ തന്നിട്ടുണ്ട്. പക്ഷേ എന്താണെന്നറിയില്ല, എന്തോ ഒരു ഇഷ്യൂ വന്നിട്ടുണ്ട്. സോ അതുകൊണ്ടാണ് ഞാനിട്ട റിപ്ലൈ ഒന്നും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ നിങ്ങൾ ആ റിപ്ലൈ കണ്ടിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, സോ ഇതിനെല്ലാം ഒരു സൊല്യൂഷനാണ്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു സൊല്യൂഷനായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിരിക്കുന്നത്. സോ ഗായ്സ്, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഓക്കെ ഗൈസ്, അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഒരു കമൻറ്റ് ശ്രദ്ധിച്ചത്, ഒരു പുള്ളിക്കാരൻ ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, APT ഇൻസ്റ്റാൾ ഗിറ്റ്, APT അപ്ഡേറ്റ് ഇതൊന്നും വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് ഒരാൾ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ ഒരു സൊല്യൂഷനാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. സോ നിങ്ങൾ ആദ്യം ടെർമെക്സ് ബാക്ക് അടിക്കുക. ഓക്കെ, ഫുള്ള് ക്ലോസ് ചെയ്യുക. അതിനുശേഷം അതിൽ ലോങ് പ്രസ് ചെയ്ത് ആപ്പ് ഇൻഫോ എടുക്കുക, ടെർമെക്സിൻ്റെ ആപ്പ് ഇൻഫോ എടുക്കുക. ഓക്കെ, അതിനുശേഷം അവിടെ സ്റ്റോറേജ് ആൻഡ് ക്യാഷിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ സ്റ്റോറേജ് ക്ലിയർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാകും. അവിടെ നിങ്ങൾ ക്ലിയർ ക്യാഷും അതുപോലെ ക്ലിയർ സ്റ്റോറേജും കൊടുക്കുക. അതിനുശേഷം ബാക്ക് ചെയ്തിട്ട് ആദ്യം തൊട്ട് ഒന്നേന്ന് ടെർമെക്സ് റീസ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ആ ഒരു പ്രോബ്ലം എല്ലാം നിങ്ങൾക്ക് മാറി കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ തിരികെ ടെർമെക്സിലേക്ക് വന്നതിന് ശേഷം ആദ്യം APT അപ്ഡേറ്റ് കൊടുക്കുക, ശേഷം അപ്ഗ്രേഡ് കൊടുക്കുക. അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഞാൻ ഈ ടെർമെക്സ് സെഷൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡീഫോൾട്ട് ഓപ്ഷനായ നോ തന്നെ കൊടുക്കണമെന്ന്. സോ അതിലൊരു ചേഞ്ച് വരുത്തുക, എല്ലാ ക്വസ്റ്റ്യൻസിനും വൈ തന്നെ കൊടുക്കുക. ഓക്കെ, അതിനുശേഷം ഒന്നുകൂടി ആ ഒരു അപ്ഗ്രേഡിങ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഒന്നുകൂടി APT അപ്ഡേറ്റ് എന്ന കമാൻഡ് അടിച്ചു കൊടുക്കുക. അതിനുശേഷം എല്ലാ പാക്കേജസൊക്കെ ഒന്ന് അപ്ഡേറ്റ് ആയതിനു ശേഷം നിങ്ങൾ ഒരു കമൻ്റ് എല്ലാം വർക്കിംഗ് ആയിരിക്കും. ഓക്കെ ഗൈസ്, അടുത്ത കമൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഷെൽഫിഷ് എന്ന ടൂള് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നപ്പോൾ ആ ഒരു വീഡിയോയിലുണ്ടായിരുന്ന ഒരു കമൻറ്റാണ്. സോ അതിലൊരു പുള്ളിക്കാരൻ ഇട്ടിട്ടുണ്ടായിരുന്നു, ഇത് ഉഡായിപ്പാണ്, നമ്മുടെ ഫോണിൽ മാത്രമേ ഇത് വർക്ക് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞത്. സോ അതിൻ്റെ ഉത്തരമെന്ന് പറയുന്നത് സിമ്പിളാണ്. ഞാൻ അന്ന് കാണിച്ചു തന്നത് ലോക്കൽ ഹോസ്റ്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ടാണ്. ഓക്കെ, ലോക്കൽ ഹോസ്റ്റ് എന്ന് വെച്ചാൽ നമ്മുടെ മെഷീൻ, അതായത് നമ്മുടെ ഫോൺ, നമ്മുടെ ഇൻ്റർനെറ്റിൽ മാത്രമേ നമുക്കത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. മറ്റൊരാളുടെ മൊബൈലിലേക്ക് അത് കണക്ട് ചെയ്യാൻ പറ്റില്ല. സോ അങ്ങനെ കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ കാണിച്ചിരിക്കുന്ന മറ്റുള്ള ഓപ്ഷനിലേക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അതായത് നിങ്ങൾക്ക് NGROക്ക് അല്ലെങ്കിൽ servo.net അങ്ങനെയൊക്കെയുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ടണൽ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇതിലേക്ക് മാറ്റാൻ പറ്റും. സോ അതാണ് അതിൻ്റെ ഒരു ഓപ്ഷൻ. ലോക്കൽ ഹോസ്റ്റ് കണക്ട് ചെയ്തുകൊണ്ട് ഒരിക്കലും നമുക്ക് മറ്റൊരാളുടെ ഫോണിലേക്ക് ഈ ഒരു ലിങ്ക് സെൻഡ് ചെയ്യാനൊക്കില്ല. ഓക്കെ ഗൈസ്, ഇനി അടുത്തൊരു കമൻ്റ് എന്ന് പറയുന്നത് IF കോൺഫിഗ് അടിക്കുമ്പോൾ നോ ഫയൽ അങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നു പറയുന്നു, അതായത് പെർമിഷൻ ഡിനൈഡ് ആണെന്ന് പറയുന്നുണ്ടായിരുന്നു. സോ അതിൻ്റെ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾ ആദ്യം ചെയ്ത ആ സെയിം സ്റ്റെപ്പ് തന്നെയാണ്. അതായത് നിങ്ങൾ ആദ്യം ടെർമെക്സിൻ്റെ ആപ്പ് ഇൻഫോ എടുക്കുക, സ്റ്റോറേജ് ആൻഡ് ക്യാഷിൽ പോവുക, അവിടെ നിങ്ങളുടെ ആ ടെർമെക്സിൻ്റെ ക്യാഷും ഡാറ്റയും അതായത് സ്റ്റോറേജും ക്ലിയർ ചെയ്യുക. അതിനുശേഷം ഒന്നുകൂടി രണ്ടാമത് അത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മാറ്റാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, ടെർമെക്സിൻ്റെ ഡാറ്റ ഫുള്ള് ക്ലിയർ ചെയ്തതിന് ശേഷം വീണ്ടും ഒന്നുകൂടി സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എൻ്റെ ആ ഫസ്റ്റ് വീഡിയോ ഒന്നുകൂടി കാണുക. ഓക്കെ, അതിൽ എല്ലാ കമാൻഡ്സും ഞാൻ കൊടുത്തിരിക്കുന്നുണ്ടായിരിക്കും. സോ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ, അതായത് വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ക്ലിയർ ചെയ്യാനുണ്ടെങ്കിൽ, അതുപോലെ തന്നെ വീഡിയോയെ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എൻ്റെ Instagram ID ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് അവിടുന്ന് പേഴ്സണലി മെസ്സേജ് അയക്കാവുന്നതാണ്. ഓക്കെ,
അതുപോലെ തന്നെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്കും ഞാൻ കൊടുത്തേക്കാം. സോ നിങ്ങൾക്ക് എന്ത് ഡൗട്ടോ കാര്യങ്ങളോ എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇൻസ്റ്റയിലൂടെ എനിക്ക് മെസ്സേജ് ഇട്ടാൽ മതി. ഞാൻ അത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പുതിയ വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.